മറ്റത് എൻ്റെ പേര് ടോം, വലിയൊരു സാക്ഷിയാണ് അത് കേൾക്കാൻ പോകുന്നത്. എൻ്റെ മകൻ ക്രിസ്റ്റോയ്ക്കുണ്ടായ രോഗശാന്തി സാക്ഷികൾ. എൻ്റെ മകന് ചെറുപ്പം മുതൽ സ്പീച്ച് സംസാര തടസ്സം അനുഭവപ്പെടും. ആശയവിനിമയം നടത്താൻ സാധിക്കാത്തൊരു രോഗാവസ്ഥയിൽ നമുക്കറിയാം. ഇന്നത്തെ ഒരുപാട് കുട്ടികൾക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ അവസരത്തിൽ ഞങ്ങൾ ഇവിടെ അണക്കരയിൽ വന്ന് പ്രാർത്ഥിച്ചു. അത് ശനിയാഴ്ചത്തെ ശുശ്രൂഷയിലാണ് പങ്കെടുത്തത്. അച്ഛൻ അവസാനം കൈ പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ കുട്ടിയുടെ ശിരസിൽ കൈവച്ച് കുട്ടിയുടെ സംസാര തടസ്സത്തെ ദൈവവചനം ഉപയോഗിച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചു. തുടർന്ന് അച്ഛൻ പറഞ്ഞു, ഇവൻ നന്നായി സംസാരിക്കും, സാക്ഷ്യപ്പെടുത്തണം. ആ സമയം തന്നെ ഈശോയുടെ അത്ഭുതകരമായ സൗഖ്യത്തിൻ്റെ ശക്തി ഞങ്ങളുടെ കുട്ടിയിൽ അനുഭവപ്പെട്ടു. ഇവിടെ വെച്ച് തന്നെ നാവിൻ്റെ കെട്ട് അഴിഞ്ഞു. ഇവിടെ വെച്ച് തന്നെ കുഞ്ഞ് സ്ഫുടമായി സംസാരിക്കാൻ തുടങ്ങി. അവൻ്റെ ബന്ധനം അഴിഞ്ഞു എന്ന് കൈയടിച്ച് ഉച്ചത്തിൽ കൈയടിച്ച് കടത്താൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ നാവിൻ്റെ കെട്ടഴിഞ്ഞു, സ്ഫുടമായി സംസാരിക്കാൻ തുടങ്ങി. അപ്പം ചെവിയുടെ കെട്ടഴിച്ചു, നാവിൻ്റെ കെട്ട്. കർത്താവാണ് ഇവിടെ ശുശ്രൂഷ ചെയ്തത്. വചനത്തിൻ്റെ ശക്തിയാണ്, ദൈവവചനം വിശ്വസം. അതെല്ലാം നാവിൻ്റെ കെട്ടഴിഞ്ഞാലേ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുമോ. നാവിൻ്റെ കെട്ടുണ്ടെങ്കിലും നന്നായിട്ട് സംസാരിക്കാമെങ്കിലും സുവിശേഷം പ്രസംഗിക്കാൻ പറ്റത്തില്ല. അത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നാവിലുള്ള പൈശാചിക ബന്ധനമുണ്ട്. അത് അഴിഞ്ഞു പോയി കഴിയുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ പറ്റും. ഭാഷ വരം കിട്ടും, പ്രവചന വരം കിട്ടും. ആ നാവിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. അതിവിടെ സംഭവിക്കാൻ പോകുന്നതിൻ്റെ അടയാളമാണ്. അതിന് മുൻകൂട്ടി കർത്താവ് ഇങ്ങനെയുള്ള ചില അത്ഭുത സാക്ഷ്യങ്ങളിലൂടെ സൗഖ്യങ്ങളിലൂടെ കർത്താവ് വെളിപ്പെടുത്തി തരുന്നത്. നാവിനൊരു കെട്ടുണ്ട്. സംസാരിക്കുന്നവരിലും നാവിന് അല്ലേ, ചിലവരും പറയാം അവൻ സംസാരിക്കാതിരിക്കുന്നല്ല നമ്മൾ പറയാറില്ലേ, ഒരു വാ അടഞ്ഞു പോകുന്നല്ലെന്ന് പറയാറില്ല. നല്ല സംസാരമാണ്, പക്ഷെ അവൻ്റെ നാവിനൊരു പൈശാചികതയുണ്ട്. ആ കെട്ടഴിയാതെ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റത്തില്ല. ആ കുഞ്ഞിൻ്റെ നാവിൻ്റെ കെട്ട് കർത്താവ് അടിച്ച് ഇവിടെ ഒത്തിരി പേരുടെ നാവിന് കെട്ടഴിക്കുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ഹീലിംഗ്.